ഞാനെന്നുള്ളത് നമ്മുടെ സ്വന്തം കാഞ്ഞങ്ങാടാണ് കേട്ടോ. കാഞ്ഞങ്ങാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ തന്നെ ഒരു മധ്യഭാഗം പോലെയാണ് നമുക്ക് കാഞ്ഞങ്ങാടിനെ കാണല്. ഏതൊരാവശ്യത്തിനും എപ്പോഴും നമ്മൾ ഒറ്റയടിക്ക് ആശ്രയിക്കുക കാഞ്ഞങ്ങാടിനെയാണ് കേട്ടോ. ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ടൗണാണ് കാഞ്ഞങ്ങാട്. ഇത് ശരിയാണെങ്കിൽ അതേന്ന് കമന്റ് ചെയ്യണേ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും കാഞ്ഞങ്ങാട് ടൗണിന്റെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ കാഞ്ഞങ്ങാട് പോയെന്ന് എന്തായാലും നല്ല മഴയുണ്ടായിന്. ആ ചെറിയൊരു മഴയിൽ തന്നെ കാഞ്ഞങ്ങാടിന്റെ ചില ഭാഗങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പൊ നല്ല മഴ പെയ്താൽ എന്താണ് കാഞ്ഞങ്ങാടിന്റെ അവസ്ഥ? ഒരുപാട് സ്ഥലത്ത് വെള്ളം കയറുണ്ടാവില്ലേ? അപ്പോൾ അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറയണേ. എപ്പൊ കാഞ്ഞങ്ങാട് വന്നാലും നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് മുഖങ്ങൾ ഉണ്ടല്ലേ, അങ്ങനെ കുറച്ച് മുഖങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഈ വീഡിയോ കാണുന്ന കാസർഗോഡ് ജില്ലയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ടൗൺ ഏതാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ഞാൻ എന്തായാലും പോളിൽ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാഞ്ഞങ്ങാട് ടൗണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറയാൻ മറക്കണ്ട. ഞാൻ കുട്ടിക്കാലം മുതൽ ഏറ്റവും കൂടുതൽ കണ്ടുവളർന്ന ഒരു ടൗണാണ് കാഞ്ഞങ്ങാട് കേട്ടോ. ഏതൊരാവശ്യം നമ്മൾ ആശ്രയിക്കുന്നത് കാഞ്ഞങ്ങാട് തന്നെയാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാനാവട്ടെ, ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് നല്ല രീതിയിൽ വികസനം വന്നിട്ടുള്ളത്. അപ്പോൾ കാഞ്ഞങ്ങാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നല്ലതാവട്ടെ മോശമാവട്ടെ എന്താവട്ടെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയില്ല ഗൈസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.